എന്നെ പ്രസംഗത്തിന് വിളിക്കുന്ന ചെറുപ്പക്കാരൻ എന്നെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചപ്പോ ഒരു നിമിഷം നമ്മളൊക്കെ ഒന്ന് പതറിപ്പോയടോ. ഒരു നിമിഷം നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു തേങ്ങല് വന്നോ. പടച്ചവനെ വയനാടിനെ കുറിച്ച് പറഞ്ഞപ്പോ, ആ ദുരന്തത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് പതറിപ്പോയില്ലേ. കണ്ണീരുപ്പേറ്റു ദ്രവിച്ച ഒരു പേജുണ്ട് ഈ വർഷത്തെ കലണ്ടറിൽ. ജൂലൈ 30. പേമാരിയിൽ നനഞ്ഞു കുതിർന്ന ചൂരൽ മലയുടെ ഗർഭയറ പൊട്ടിയൊലിച്ച ദിവസം. കിനാവും കണ്ടുറങ്ങിയ മുണ്ടക്കൈക്കാർ ഒരു ദുസ്വപ്നം പോലെ മലവെള്ളത്തിനൊപ്പം ഒഴുകിയൊഴുകി റൂഹുകൾ പാറിപ്പറന്ന ദിവസം. പുഞ്ചിരിമട്ടത്തെ പിഞ്ചോമനകളുടെ പുഞ്ചിരി മാഞ്ഞ ദിവസം. കരളിൽ കണ്ണീരിന്റെ നനവ് പടർത്തി പള്ളിക്കബർസ്ഥാനുകളും സെമിത്തേരിയിലും ശ്മശാനങ്ങളിലും പിന്നെ സർവമത പ്രാർത്ഥനയോടുകൂടി മേൽവിലാസങ്ങളോ പേരോ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്താതെ നമ്പറുകൾ മാത്രം ബാക്കിയാക്കി നിദ്ര പൂണ്ടവർ, തന്റെ പൊന്നുമക്കളെ മാറോട് ചേർത്തുറങ്ങിയവർ, അമ്മയെന്നാർത്തു വിളിക്കാൻ പോലും കഴിയാതെ ആ ചെളിയിലേക്ക് ആണ്ടുപോയ പൊന്നുമക്കൾ ഓർക്കാനാവുന്നില്ല. ഏത് പ്രതിസന്ധി